അപ്പോൾ നമ്മൾ ഹൈദരാബാദിലേക്കുള്ള യാത്രയിലാണ്. ഇതിപ്പം നായിഡുപേട്ട എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞിട്ട് നെല്ലൂരിന് പുറകിലായിട്ട് കുറച്ച് പുറകിലായിട്ടുള്ളൊരു ടോൾ ഗേറ്റ് ആയതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ ഒരു കരിക്ക് കുടിക്കാൻ വേണ്ടി ഞാൻ നിർത്തിയതാണ്. നല്ല ചൂടാണ് ഇവിടെ. ആന്ധ്രാപ്രദേശിൽ നല്ല വേനലാണ് ഇപ്പോൾ. എല്ലാ സ്ഥലത്തും തമിഴ്നാട്ടിലോട്ടൊക്കെ നല്ല വേനലാണ്. അപ്പം ഇതുപോലുള്ള കരിക്ക് കടകളും പേരയ്ക്ക കടകളും തണ്ണിമത്തം വിൽക്കുന്ന കടകളും ഒക്കെ നമുക്കിതുപോലെ വഴി സൈഡിലൊക്കെ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഇപ്പോൾ 40 രൂപയാണ് അവിടെ കരിക്കിന് വിലയെന്ന് പറഞ്ഞാൽ. നമ്മുടെ വണ്ടി അവിടെ ഇട്ടേക്കുന്നതാണ്. നല്ല ഏരിയ ഉണ്ട് അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി, അതുകൊണ്ടാണ് ഇവിടെ നിർത്തിയതെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ നാട്ടിലും എനിക്ക് തോന്നുന്നു 50 രൂപയായിരിക്കും സമയത്ത് കരിക്കിൻ്റെ വില. ഇവിടെ ഇപ്പോൾ 40 രൂപയാണ്. തമിഴ്നാട്ടിൽ ചില സ്ഥലത്തുകളാണ് 30 രൂപ. ഓരോ സ്ഥലത്തോട്ട് ചെല്ലുമ്പോഴും ഈ ചൂടിൻ്റെ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു റേറ്റിനും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഇപ്പോൾ ഈ കുപ്പിക്കകത്ത് കരിക്ക് വെള്ളം ആ ചേട്ടൻ കൊടുക്കും. അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടുവാണെങ്കിൽ നമുക്ക് കുപ്പിക്കകത്ത് കരിക്ക് വെള്ളം ആ പുള്ളിക്കാരനെ നമുക്ക് അത് ഫുള്ളാക്കി തരും. 1 ലിറ്ററിൻ്റെ കുപ്പിയാണ്, അതിൻ്റെ അകത്തും കരിക്ക് വെള്ളം കിട്ടും. നാട്ടിൽ അങ്ങനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ വേനൽക്കാലത്ത് കാണാൻ വേണ്ടി പറ്റും. ഇത് അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ്. ഈ വേനലിനോടനുബന്ധിച്ച് ഇതുപോലെ തണ്ണിമത്തൻ പോകുന്ന വഴിക്ക് ഇനി തണ്ണിമത്തൻ ഒരുപാട് വിൽക്കുന്ന കാണാം. ഈ അവിടെ നിന്ന് തന്നെ, അതായത് തോട്ടത്തിന് തന്നെ, റോഡിൻ്റെ സൈഡിൽ തന്നെ ആയിരിക്കും തണ്ണിമത്തൻ്റെ തോട്ടം. അവിടെ നിന്ന് പറിച്ചിട്ട് ഇതുപോലെ ഒരുപാട് തണ്ണിമത്തൻ കൂട്ടിയിട്ട് വിൽക്കുന്നതാണ്. അതിന് വളരെ വിലക്കുറവായിരിക്കും അവിടെ. അതിനി പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കാണാം. അപ്പോൾ ചേട്ടൻ എന്തായാലും കരിക്ക് അതിൻ്റെ അകത്തെ ഇത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് എടുത്ത് തന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടനൊരു ചിരി. ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ വളരെ സാധുക്കളായിട്ടുള്ള മനുഷ്യരാണ്. അവരൊന്നും ഒരിക്കലും ഒന്നും പറയത്തില്ല. ഞാനൊന്ന് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ എടുത്തോളാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. ഇങ്ങനെയുള്ള ഗ്രാമീണ ജീവിതങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകളുമായിട്ട് നമ്മുടെ യാത്ര ചെന്നൈയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കൂടുതൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.